CDS അക്കൗണ്ടന്റുമാരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഡേ ബുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാമെന്നുള്ളതാണ്. ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് ദൈനംദിന എൻട്രികൾ രേഖപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയാണ് ഉചിതമായ രീതി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഡേ ബുക്ക് പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരു ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ എങ്കിൽ വളരെ സിമ്പിളായിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രം എടുത്ത് സൂക്ഷിച്ചാൽ മതിയാവും. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല, വിവിധങ്ങളായിട്ടുള്ള അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഡേ ബുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഡേ ബുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഡേറ്റ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് കൊണ്ട് ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് മുഴുവൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിലും കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഡേ ബുക്കിൽ ഇതിൽ വൗച്ചർ ടൈപ്പ് കാണാൻ പറ്റും, പേയ്മെൻറ്റ്, റെസിപ്റ്റ് എന്നുള്ളത്. ഇതിൽ ആദ്യം കാണുന്നത് സ്വാതന്ത്ര്യ മൈക്രോ യൂണിറ്റിന് 1,00,000 രൂപ പേയ്മെൻറ്റ് എവിടെ നിന്ന് കൊടുത്തേക്കുന്നു, CFൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എൻട്രി കാണുന്നത് CFൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ റെസിപ്റ്റ് വന്നിട്ടുള്ളതാണ്. അത് AG26 എന്ന് പറയുന്നത് CF ഫണ്ടിലേക്കാണ്, അതായത് ജില്ലാ മിഷൻ തന്നിട്ടുള്ള ഫണ്ടാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡേറ്റ് മാറ്റി കൊടുക്കുമ്പോഴിങ്ങനെ ഓരോ ദിവസത്തെയും ഇടപാടുകൾ കാണാൻ കഴിയും. 12-ാം തീയതി ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ ഡേ ബുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്യിച്ച് ഫയൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ ഡേ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രിൻ്റ് കൊടുത്തിട്ടത് കാണാൻ പറ്റും. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡേ ബുക്കിൻ്റെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ പ്രിവ്യൂ എന്നുള്ളതുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ 15/4 എന്ന് പറയുന്ന 15/4 ഡേ ബുക്ക് എന്ന് പറയുന്നത്. 2 ഇടപാടുകൾ മാത്രമേ ഉള്ളൂ, രണ്ടും CF അക്കൗണ്ടിൽ നിന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒന്നിലധികം അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻസ് വരുന്ന ഒരു ദിവസം നോക്കി നമുക്ക് ഡേ ബുക്ക് നോക്കാം. ഓക്കെ, 21/5 നമ്മൾ ധാരാളം എൻട്രികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ഓൺ ഫണ്ടിലേക്ക് ഒരു 785 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തൊരു കോൺട്രാ എൻട്രിയാണ് 600 രൂപ. അടുത്തത് ഓൺ ഫണ്ടിലേക്ക് 150 രൂപ എൻട്രി ചെയ്തിരിക്കുന്നു. അടുത്തവിടെ ഓഡിറ്റ് ഫീസ് 260, അഫിലിയേഷൻ ഫീസ് 100 ചേർത്തിട്ട് ക്യാഷ് 360 വന്നിരിക്കുന്നു. ലിങ്കേജ് ലോൺ സർവീസ് ചാർജ് 600 വന്നേക്കുന്നു. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഓൺ ഫണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇതാണ് എൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. സൂം ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അക്കൗണ്ടിലേക്ക് എത്രയാണ് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്.
ഓൺ ഫണ്ടിലേക്ക് 785 രൂപ, ഓൺ ഫണ്ടിലേക്ക് 600 രൂപ എന്നുള്ളതാണ്. ഇത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്ത് സൂക്ഷിച്ചാൽ മതി. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇത് ഡെയിലി ട്രാൻസാക്ഷൻ മാത്രമാണ്. ഈ പേപ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ അക്കൗണ്ട് ബുക്കിൻ്റെ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് അതിനകത്തുനിന്ന് ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് എടുക്കുക. ബാങ്ക് എടുത്തിട്ട് അവിടെ നമ്മൾ F12 ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുക്കുക. ഡേറ്റ് 21/5 കൊടുക്കുക. ടു ഡേറ്റും 21/5 കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അന്നത്തെ ക്യാഷ് ബാലൻസും കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അന്നത്തെ ട്രാൻസാക്ഷൻസ്, ക്ലോസിംഗ് ബാലൻസ് ഇത് കൂടി നമ്മളൊന്ന് പ്രിൻ്റ് ഔട്ട് ആ പേപ്പറിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അതായത് ഓരോ ദിവസത്തെയും ബാങ്കിലെ ഓപ്പണിംഗ് ബാലൻസും ട്രാൻസാക്ഷൻ എത്രയുണ്ട് എന്നുള്ളതും ക്ലോസിംഗ് ബാലൻസും കൂടെ കാണാൻ കഴിയും. ഇത് രണ്ടും ഒരു പേപ്പറിൽ തന്നെ അപ്പുറം ഇപ്പുറം പ്രിൻ്റ് ഔട്ടാക്കി ഫയൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായിരിക്കും.